ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു പ്ലക്കറ്റ് കോളർ എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ വിഡ്ത്ത് 2 ഇഞ്ച്, ലെങ്ത് 11 ഇഞ്ച്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്തോടെ ഒരു ലൈൻ വരയ്ക്കുന്നു. എന്നിട്ട് അതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ഓരോ ലൈൻ കൂടി 1/2 ഇഞ്ച് വിഡ്ത്തിൽ വരയ്ക്കുന്നു. എന്നിട്ടിനി നമ്മൾ ഈ ക്യാൻവാസ് പേപ്പറിന് ഒരു 10 ഇഞ്ച് ലെങ്ത് മതി, ആ ലൈനിൻ്റെ ലെങ്ത്. ഇനി നമ്മളത് തുണിയിലേക്ക് ഈ ക്യാൻവാസ് പേപ്പറിനെ അയൺ ചെയ്തെടുക്കുന്നു. ഇനിയിപ്പം നമ്മൾ ഈ ചുരിദാറിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നെക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കോളർ നെക്ക്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം കറക്റ്റ് അടയാളപ്പെടുത്തിയിട്ട് ഈ ക്യാൻവാസ് പേപ്പറിൻ്റെ സെൻറ്റർ ഭാഗം കൂടെ കറക്റ്റ് വെച്ച് അത് പിന്ന് കുത്തി വയ്ക്കണം. എന്നിട്ട് നമ്മൾ ഈ പൈപ്പിംഗ് എടുത്ത് 2 ഇഞ്ച് നീളത്തിൽ ലെങ്ത് കട്ട് ചെയ്തെടുക്കണം. ഇത് ഈ 2 ഇഞ്ച് ലെങ്ത് 5 എണ്ണം കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് ഈ ക്യാൻവാസ് പേപ്പർ എടുത്ത് ഇങ്ങോട്ട് തിരിച്ചിട്ടിട്ട് അതിൻ്റെ ആ സെൻറ്റർ ഭാഗത്ത് ഇത് 2 മടക്കി ഓരോ ഇഞ്ച് അകലത്തിൽ അടയാളപ്പെടുത്തി നമ്മളിത് 5 തയ്ച്ചെടുക്കണം. ഓരോ ഇഞ്ച് അടയാളത്തിൽ ഇങ്ങനെ തയ്ച്ചെടുക്കണം. ഇങ്ങനെ വെച്ചുകൊണ്ട് ഈ സൈഡിലോട്ടാണ് ഇത് തുണിയുടെ നല്ല ഭാഗത്തല്ല, ചീത്ത ഭാഗത്താണ് ഈ ക്യാൻവാസ് പേപ്പർ വയ്ക്കുന്നതും. നല്ല ഭാഗത്തല്ല, ചീത്ത ഭാഗത്താണ് ക്യാൻവാസ് പേപ്പർ വയ്ക്കുന്നതും ഈ പൈപ്പിങ് വയ്ക്കുന്നത്. ഇപ്പം തയ്ച്ചപ്പോൾ ഇങ്ങനെ കിട്ടി ആ പൈപ്പിങ്. ഇനി ഈ ക്യാൻവാസ് പേപ്പറിൻ്റെ ആ 2 ലൈനിലും സെൻട്രൽ ലൈൻ ഒഴിച്ചുള്ള 2 ലൈനും തയ്ച്ചെടുക്കണം. ഇപ്പം 2 ലൈനും തയ്ച്ചെടുത്തു. അപ്പോൾ തയ്ച്ചെടുത്തപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിനെ സെൻറ്റർ ഭാഗം കട്ട് ചെയ്യണം. കട്ട് ചെയ്തെടുക്കണം. എന്നിട്ടിത് തിരിച്ചിടണം. നമ്മൾ നല്ല വശത്തേക്ക് തിരിച്ചിടണം. തിരിച്ചിടുമ്പം ഇങ്ങനെ കിട്ടും. ഇനി ഇതിൻ്റെ 2 സൈഡും തയ്ച്ചെടുക്കണം. എന്നിട്ട് തയ്ച്ചെടുത്തിട്ട് ഇതിൻ്റെ മധ്യഭാഗത്ത് ഒരു തുണി ഇങ്ങനെ വെച്ച് ഇതിനെ തമ്മിൽ യോജിപ്പിക്കണം. മടക്കി വെച്ചിട്ട് ഈ കട്ട് ചെയ്ത ഭാഗം രണ്ടും കൂടെ യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇതെല്ലാം തയ്ച്ചെടുക്കുക. ഇതിൻ്റെ 2 സൈഡും നമ്മൾ തയ്ച്ചെടുക്കണം. അപ്പോൾ അതിനൊരു പൈപ്പിങ് ഒരു ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ലേസ് അതിൻ്റെ സൈഡിൽ വെച്ചുകൊണ്ട് വേണം അവിടെ തയ്ച്ചെടുക്കാൻ. അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ആ ലേസും അതും കൂടെ ചേർത്ത് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇപ്പം നമ്മൾ ആ ലേസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ ഇതിനോട്
ബട്ടൺസ് കൊടുക്കണം. ഓരോന്നിൻ്റെയും നേരെ ബട്ടൺസ് വെച്ച് കൊടുക്കണം. ഇപ്പം നമ്മൾ ബട്ടൺസും വെച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി ചെയ്യാനുള്ളത് നമുക്കിനി ഇതിൻ്റെ കോളർ വയ്ക്കണം. അപ്പോൾ അത് തയ്ച്ചിട്ട് ബാക്കി ഭാഗം എല്ലാം തയ്ച്ച് കോളർ വയ്ക്കണം. അപ്പോൾ കോളറിൻ്റെ നമ്മൾ അളന്നെടുക്കുന്നു. അപ്പോൾ 70.5 ഇഞ്ചാണ് അതിൻ്റെ കോളറിൻ്റെ ലെങ്ത്. അപ്പം നമ്മളതിന് വേണ്ടി ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ട് അത് രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് ഫോൾഡ് ചെയ്തിടുക 2. എന്നിട്ടത് 3 ഇഞ്ച് വിട്ട്, എന്നിട്ട് 7 ഇഞ്ച് ലെങ്തിൽ ഒരു നമ്മൾ റൗണ്ട് നെക്ക് വരയ്ക്കുന്നത് പോലെ അത് വരച്ചെടുക്കണം. 7 ഇഞ്ച് 2 വശത്തും വെച്ച് അങ്ങനെ റൗണ്ടിൽ നെക്ക് വരയ്ക്കുന്ന താഴെയും 3 ഇഞ്ച്, എന്നിട്ട് അതൊരു സ്ക്വയർ രൂപത്തിലാക്കണം. എന്നിട്ട് ഒരു ഇഞ്ച് ഇങ്ങനെ റൗണ്ട് വരച്ചെടുക്കണം. ഈ റൗണ്ട് സ്കെയിൽ വെച്ച് ഇതിങ്ങനെ വരച്ചെടുക്കുക. എന്നിട്ടിനി 1 ഇഞ്ച് വീതം ഇതിൻ്റെ ലെങ്ത് അടയാളപ്പെടുത്തി നോക്കുക. നമുക്ക് 17.5 ആകുമ്പോൾ അതിൻ്റെ നേർ പകുതി എടുത്താൽ മതി, 8.25. എന്നിട്ട് നമ്മൾ 1 ഇഞ്ച് വൃത്തിൽ ഈ ക്യാൻവാസ് പേപ്പർ വെട്ടിയെടുക്കണം. 1 ഇഞ്ച് ഇങ്ങനെ കോളറിൻ്റെ അകത്ത്. എന്നിട്ട് നമുക്ക് ഈ 17 ഇഞ്ച് കിട്ടത്തക്ക രീതിയിൽ നേർപകുതി 8.25 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി ഇങ്ങനെ കട്ട് ചെയ്ത് ഷേപ്പ് വരച്ച് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ തിരിച്ചിട്ട് തയ്ച്ചെടുക്കുകയാണ്. ഇനിയിപ്പം അതിങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ടോപ്പിനകത്തോട്ട് തയ്ച്ചെടുക്കണം. ഞങ്ങളിങ്ങനെ തയ്ച്ചെടുക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം നമ്മൾ തിരിച്ചിട്ട് അത് തയ്ച്ചെടുക്കുകയാണ്. ഇപ്പം എല്ലാവർക്കും ഈ സ്റ്റിച്ച് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു സ്റ്റിച്ചുമായി അടുത്ത വീഡിയോയിൽ കാണാം.
തയ്ച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് കോളർ നെക്ക് കിട്ടിയത്. അപ്പം എല്ലാവർക്കും നന്ദി.